തിരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ വിജയിച്ചതിനു ശേഷം ചാണ്ടിയുമ്മന് വേണ്ടി ഒരു ആഹ്ലാദ പ്രകടനം നടത്തുകയുണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ. അതിൻ്റെ ഇടയിൽ ചാണ്ടിയുമ്മന്റെ സാന്നിധ്യത്തിൽ കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ മുഖത്തു നോക്കി തള്ളക്കി വിളിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ തെമ്മാടിത്ത ദൃശ്യം വൈറലാവുകയാണ്. കണ്ടില്ലേ, അധികാരം കിട്ടിയെന്ന് കരുതിക്കൊണ്ട് യാതൊരു പ്രകോപനവും ഉണ്ടാകാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കി തള്ളക്കി വിളിക്കാൻ പോലും ഈ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തെമ്മാടികൾ മടിക്കുന്നില്ല. ചാണ്ടിയുമ്മനെ പോലുള്ള ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ തടയുവാനോ എതിർക്കുവാനോ കൂടെ നിൽക്കുന്ന മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുന്നുമില്ല. ഭരണം നമ്മുടെ കയ്യിലല്ലേ, പോലീസുകാരനായാലെന്ത് സാധാരണക്കാരനായാലെന്ത് അവരുടെയൊക്കെ മുഖത്ത് നോക്കി പുലയാട്ടുവാനും അവരെ ആക്രമിക്കുവാനും യാതൊരു മടിയും കാണിക്കില്ല കോൺഗ്രസ് പ്രവർത്തകർ എന്ന് തെളിവാകുന്ന ഒരു ദൃശ്യമാണത്. ആ ദൃശ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ചാണ്ടിയുമ്മൻ വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ആഹ്ലാദ പ്രകടന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് മദ്യലഹരിയിലോ മറ്റോ ഉള്ള ആ കോൺഗ്രസ് പ്രവർത്തകൻ നേരെ ചെന്ന് പോലീസുകാരൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത്. അധികാരവും ഭരണവും കിട്ടിയ സ്ഥിതിക്ക് ഇനി ഏതു പോലീസുകാരനെ അടിച്ചാലും ഇടിച്ചാലും തൊഴിച്ചാലും ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കുവാൻ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടെന്നൊരു ഗർവാണ് ഇതിനൊക്കെ കാരണം. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നമ്മൾ കണ്ടതാണ് CPMന്റെ പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർക്കുന്ന ദൃശ്യം. അതിലുപരി CPM പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യം. വഴിയോരങ്ങളിൽ കാണുന്ന CPMന്റെ കൊടിമരങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ ഫ്ലെക്സുകൾ, ബാനറുകൾ ഇതെല്ലാം അടിച്ചു കീറുന്ന ദൃശ്യം. ഇതിനെതിരെ ഒന്നും ഒരക്ഷരം മിണ്ടുവാൻ, കമാന്നൊരക്ഷരം മിണ്ടുവാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ നടക്കുന്ന ദൃശ്യം പുറത്തേക്ക് വരുന്നത്. കാര്യം, ഈ ഗുണ്ടകളെ പിടികൂടണമെങ്കിലും ഇതേ കേരള പോലീസ് തന്നെ വേണം. ഈ ഒരു സാഹചര്യത്തിൽ കേരള പോലീസിൻ്റെ പോലും നെഞ്ചത്തൊക്കെ കയറാൻ യുവന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാ ലൈസൻസും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസുകാരെ മർദ്ദിക്കൂ, പോലീസുകാരെ തള്ളക്കി വിളിക്കൂ, പോലീസുകാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കൂ എന്നൊക്കെ കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ ഈ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചാലോ, സാധാരണക്കാരൻ്റെ വീട് ആക്രമിച്ചാലോ, സാധാരണക്കാരൊരു വ്യക്തി ആരോട് പോയി പരാതി പറയും? കാര്യം, കേരള പോലീസിൻ്റെ മുഖത്ത് നോക്കി തള്ളക്കി വിളിക്കാൻ മടിയില്ലാത്ത ഇവന്മാർ എന്തുകൊണ്ടും സാധാരണക്കാരെ ഉപദ്രവിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഞെട്ടിക്കുന്നൊരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ചാണ്ടിയുമ്മന്റെ സാന്നിധ്യത്തിൽ കേരള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് നോക്കി വളരെ മോശമായ രീതിയിൽ തള്ളക്കി വിളിക്കുന്ന ഈ ദൃശ്യം, അത് കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആരെയും എന്തും ചെയ്യുവാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ്. യാത്രയാണ്.